ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകളിൽ ഭീകരതയുടെയും രക്തസാക്ഷികളുടെയും നാമധേയത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു താഴ്വരയുണ്ടായിരുന്നു. ഇന്ത്യയുടെ സ്വർഗം എന്ന ലോകം വാഴ്ത്തുമ്പോഴും സ്വന്തം മണ്ണിൽ രണ്ടാംകിട പൗരന്മാരായി ജീവിക്കേണ്ടി വന്ന ഒരു ജനതയുടെ വേദനയുടെ പേരായിരുന്നു കാശ്മീർ. ആർട്ടിക്കിൾ 370 എന്ന മതിൽക്കെട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയ കാശ്മീർ അവിടെ സ്വന്തം രാജ്യത്തിന്റെ നിയമം പോലും പൂർണ്ണമായി നടപ്പായിരുന്നില്ല. ഇന്ത്യയിലെ പൗരന്മാർക്ക് അവിടെ ഭൂമി വാങ്ങാനോ അവിടെ നിക്ഷേപം നടത്താനോ അവകാശമില്ലായിരുന്നു. ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടനയും രണ്ട് പതാകയുമായി നമ്മളൊരു വിവേചനം പേറി നടന്ന കാലം. അത് നമ്മുടെ രാജ്യത്തിന്റെ മാറിൽ ആഴത്തിൽ തറഞ്ഞ ഒരു മുള്ളായിരുന്നു. പക്ഷേ ആ വലിയ മാറ്റം സംഭവിച്ചു. 2019 ഓഗസ്റ്റ് 5 ചരിത്രം വഴിമാറി ഒഴുകിയ ആ ദിവസം. ആർട്ടിക്കിൾ 370 എന്ന അനാവശ്യ മതിൽക്കെട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് തകർത്തെറിഞ്ഞപ്പോൾ അവിടെ പിറന്നത് പുതിയൊരു സൂര്യോദയമായിരുന്നു. ഇന്ന് ആ താഴ്വരകളിൽ മുഴങ്ങുന്നത് വെടിയൊച്ചകളല്ല, വികസനത്തിന്റെ കാഹളമാണ്. വർഷങ്ങൾ നീണ്ട അഴിമതിയും വിഘടനവാദവും തുടച്ചു നീക്കപ്പെട്ടു. ഇന്ന് കാശ്മീരിൽ 890 കേന്ദ്ര നിയമങ്ങൾ പൂർണ്ണമായി ബാധകമാണ്. അനാവശ്യമായ 205 സംസ്ഥാന നിയമങ്ങൾ ചവറ്റുകുട്ടയിലായി. ഭീകരവാദികളുടെ കല്ലേറുകൾക്ക് പകരം അവിടെ ഇന്ന് ഉയരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലത്തിന്റെ ഗർജനമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ വെറും പേപ്പറിലെ കണക്കുകളാണോ എന്ന്. അല്ല, പുൽവാമയിലെ ഒരു ഗ്രാമം ഒരു കാലത്ത് ഭീകരാക്രമണത്തിന്റെ പേരിൽ മാത്രം വാർത്തകളിൽ നിറഞ്ഞ ഇടമായിരുന്നു. എന്നാൽ ഇന്ന് അതേ ഗ്രാമം ഇന്ത്യയുടെ 90% പെൻസിലുകളും നിർമ്മിച്ച പെൻസിൽവാല ഗാവായി മാറി. വർഷം 100 കോടിയിലേറെ വരുമാനമാണ് അവർ ഉണ്ടാക്കുന്നത്. കാശ്മീരി യുവാക്കൾ ഇന്ന് തോക്കെടുക്കുന്നില്ല, അവർ അഗ്നിവീരന്മാരായി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു കാലത്ത് ഭീകരതയുടെ കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ആ ഒരു കേന്ദ്രം ഇന്ന് ദേശസ്നേഹത്തിന്റെ മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഇടങ്ങളാണ്. ഈ മാറ്റത്തിന്റെ പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് പാകിസ്ഥാന്റെ പിന്തുണയുള്ള വിഘടനവാദികളുടെ നട്ടെല്ലൊടിഞ്ഞത്? കാശ്മീരിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? കേവലം രാഷ്ട്രീയത്തിനപ്പുറം ഒരു നാട് എങ്ങനെ പുനർജനിച്ചു എന്നതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളും തെളിവുകളും നമുക്ക് പരിശോധിക്കാം. ഒരു രാജ്യം, ഒരു ഭരണഘടന, ഒരു പതാക എന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചോരയിൽ എഴുതിയ ആ സ്വപ്ന സാക്ഷാത്കാരമാണ് 2019 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദൃഢനിശ്ചയത്തിലൂടെ യാഥാർത്ഥ്യമായത്. പണ്ടൊക്കെ ഇന്ത്യയിലെ ഏത് നിയമവും പദ്ധതിയും പാസ്സാക്കുമ്പോൾ അതിനൊപ്പം എടുത്തു പറഞ്ഞിരുന്ന ആ വാക്കുകൾ എക്സെപ്റ്റ് ജമ്മു കാശ്മീർ ഇന്നത് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ്. തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും സ്വാർത്ഥ വോട്ട് ബാങ്കിനും വേണ്ടി കാശ്മീരിനെ ഭാരതത്തിന്റെ പ്രധാന ധാരയിൽ നിന്ന് അകറ്റി നിർത്തിയവർ നിർമ്മിച്ച ഭരണഘടനാപരമായ മതിൽക്കെട്ടുകൾ തകർന്നു വീണപ്പോൾ ജനിച്ചത് പുതിയൊരു പ്രതീക്ഷയുടെ സൂര്യനാണ്. ആർട്ടിക്കിൾ 370ന്റെയും 35A തണലിൽ വളർന്ന അഴിമതിയും വിഘടനവാദവും ഭീകരവാദവും കാശ്മീരിനെ ദശാബ്ദങ്ങളോളം പിന്നോട്ടടിച്ചപ്പോൾ ഇവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ അനുഭവിച്ചത് വലിയ ദുരിതങ്ങളായിരുന്നു. സ്വന്തം രാജ്യത്തെ മറ്റു പൗരന്മാർക്ക് അവിടെ ഭൂമി വാങ്ങാനോ നിക്ഷേപം നടത്താനോ അവകാശമില്ലായിരുന്നു എന്ന് മാത്രമല്ല, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 360 വകുപ്പോ കേന്ദ്ര വിവരാവകാശ നിയമവും പോലും അവിടെ ബാധകമായിരുന്നില്ല. നിയമസഭയുടെ കാലാവധി മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ 5 വർഷമല്ല, മറിച്ച് 6 വർഷമായിരുന്നു എന്ന വിചിത്ര നിയമവും നിലനിന്നിരുന്നു. അതിലുപരി തദ്ദേശീയമായ സ്ത്രീകൾ പുറത്തുനിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ സ്വന്തം സ്വത്തവകാശം പോലും നഷ്ടപ്പെടുന്ന നീതിരഹിതമായ വ്യവസ്ഥകളാണ് അന്നുണ്ടായിരുന്നത്. വാൽമീകി, ദളിത്, ഗോർഖ വിഭാഗങ്ങളും 1947 പശ്ചിമ പാകിസ്ഥാനിൽ നിന്നെത്തിയ നിർഭാഗ്യവന്മാരായ അഭയാർത്ഥികളും സ്വന്തം മണ്ണിൽ വോട്ടവകാശം പോലുമില്ലാതെ രണ്ടാംകിട പൗരന്മാരായി ജീവിക്കേണ്ടി വന്ന ദുരവസ്ഥയ്ക്കാണ് 2019 ചരിത്രപരമായ തീരുമാനത്തിലൂടെ അന്ത്യം കുറിച്ചവർ. ഇന്ന് കാശ്മീരിന്റെ താഴ്വരകളിൽ മുഴങ്ങുന്നത് വെടിയൊച്ചകളും ഭീകരരുടെ കല്ലേറുമല്ല, മറിച്ച് വികസനത്തിന്റെ പുതിയ കാഹളമാണ്. റദ്ദാക്കലിന് ശേഷം കേന്ദ്ര നിയമങ്ങൾ പ്രദേശത്ത് പൂർണ്ണമായും ബാധകമാക്കുകയും 205 അനാവശ്യ സംസ്ഥാന നിയമങ്ങൾ റദ്ദാക്കുകയും 130 നിയമങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഭേദഗതി വരുത്തുകയും ചെയ്തു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിച്ചതോടെ വികസനത്തിന്റെ വേഗത 10 മടങ്ങായി അവിടെ കൂടി. ഭീമൻ ടണലുകളും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽ പാലവും പൂർത്തിയായി കാശ്മീരിനെ ഇന്ത്യയുടെ റെയിൽ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിച്ചു. ഡൽഹി കാശ്മീർ കണക്ടിവിറ്റിയും വന്ദേ ഭാരത് സർവീസുകളും അമർനാഥ് തീർത്ഥാടകരുടെയും യാത്രാ സൗകര്യവും അവിടെ വർദ്ധിപ്പിച്ചു. ഇനി
PMGSY പദ്ധതി പ്രകാരം ലക്ഷ്യമിട്ട 19,000 കിലോമീറ്റർ റോഡുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വിനോദസഞ്ചാര മേഖലയിലെ റെക്കോർഡ് വളർച്ചയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. 2022 1 കോടിയും 2024 2 കോടിയും 2025 1 കോടിയും സന്ദർശകരെത്തി കശ്മീർ ഭൂമിയിലെ സ്വർഗമായി തിരിച്ചു എന്ന് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരുടെ ഹർത്താലുകൾ മൂലം ഹോട്ടലുകൾ പൂട്ടി തൊഴിലില്ലാതെ വലഞ്ഞിരുന്ന പാവപ്പെട്ട തൊഴിലാളികളും ഹൗസ് ബോട്ട് ഉടമകളും ടാക്സി ഡ്രൈവർമാരും കൈത്തറി വ്യാപാരികളും ഇന്ന് സ്വന്തം അധ്വാനം കൊണ്ട് അന്തസ്സോടെ ജീവിതം കരുപ്പിടിച്ചിരിക്കുന്നു. വിദേശ സഞ്ചാരികൾക്കായി ഹിമാലയത്തിലെ 137 പർവ്വത ശിഖരങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ 15 എണ്ണം ഈ മേഖലയിലാണ്. കൂടാതെ ലഡാക്കിൽ 5 പുതിയ ടൂറിസ്റ്റ് റൂട്ടുകളും 14 പുതിയ ട്രക്കിംഗ് റൂട്ടുകളും തുറന്ന് വിനോദസഞ്ചാരത്തിന് വൻ ഉണർവ് നൽകി. ഒരു കാലത്ത് ഭീകരാക്രമണത്തിന്റെ പേരിൽ മാത്രം ക്രൂരമായി വാർത്തകളിൽ നിറഞ്ഞ പുൽവാമയിലെ ഒരു ഗ്രാമം ഇന്ന് ഇന്ത്യയിലെ പെൻസിൽ നിർമ്മാണത്തിന്റെ 9% കൈയാളുന്ന പെൻസിൽ വാല ഗവ് ആയി മാറിയിരിക്കുകയാണ്. ഇന്ന് വർഷത്തിൽ 107 കോടിയിലധികം വരുമാനം നേടി രാജ്യത്തെ കുട്ടികൾക്ക് മുഴുവൻ പൂർണ്ണമായി നിർമ്മിച്ച ഫിനിഷഡ് പെൻസിലുകൾ എത്തിക്കുന്ന ഗ്രാമമായി അത് മാറി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണിത്. ആത്മനിർഭര ഭാരതത്തിന്റെ കെട്ടിപ്പടുക്കലിൽ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും പൂർണ്ണ പങ്കാളികളാക്കിയിരിക്കുകയാണ്. തദ്ദേശീയമായ കശ്മീരി കുങ്കുമപ്പൂവിനും 20ഓളം ഇനങ്ങൾക്ക് ലഭിച്ച ഭൗമസൂചിക കർഷകർക്ക് അന്താരാഷ്ട്ര വിപണി അവിടെ തുറന്നു നൽകി. ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുകയും വിഘടനവാദി നേതാക്കളെ തടങ്കിലാക്കി അവരുടെ 82ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ താഴ്വരയിൽ ശാന്തിയും സമാധാനവും മടങ്ങിയെത്തി. ഗ്രാമതലത്തിൽ ജനാധിപത്യം ഉറപ്പാക്കാൻ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവരികയും അവിടെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ, ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിൽ 98% വരെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. ബാക്ക് ടു വില്ലേജ് പദ്ധതിയിലൂടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥ ഗ്രാമങ്ങളിൽ താമസിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിച്ചു. പാകിസ്ഥാൻ അതിർത്തിയിലുള്ളവർക്ക് മാത്രം നൽകിയിരുന്ന സംവരണം അന്താരാഷ്ട്ര അതിർത്തിയിലുള്ളവർക്കും ലഭ്യമാക്കി നീതി ഉറപ്പാക്കി. 1990 താഴ്വരയിൽ നിന്ന് ഓടിക്കപ്പെട്ട കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിനായി 6000 സർവീസ് ജോലികളും താമസ സൗകര്യങ്ങളും ഒരുങ്ങുമ്പോൾ അത് ചരിത്രപരമായ മറ്റൊരു അനീതിയുടെ പരിഹാരം കൂടിയാണ്. ഹിമായത് പദ്ധതി വഴി 81,000-ലധികം യുവാക്കൾക്ക് പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുകയും ത്വരഗതിയിലുള്ള റിക്രൂട്ട്മെന്റിലൂടെ സർക്കാർ നിയമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് അങ്ങനെ അവിടെ ഉണ്ടായത്. ജൽജീവൻ മിഷൻ വഴി എല്ലാ ഗ്രാമീണ സ്കൂളുകളിലും അംഗൻവാടികളിലും കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ എത്തി. ലഡാക്കിനെ 2030ഓടെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന്റെ ഭാഗമായി സോളാർ പ്രൊജക്ടുകൾ ആരംഭിച്ചു. കോവിഡ് കാലത്ത് 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയും ഓക്സിജൻ ക്ഷാമവുമില്ലാതെയും മാതൃക കാട്ടി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വിജയകരമായി നടത്തി കായിക രംഗത്തും മുന്നേറ്റം കുറിച്ചു. അങ്ങനെ 2019 ശേഷം ഭീകരവാദത്തിലേക്ക് തിരിയുന്ന യുവാക്കളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. മുൻപ് 100 കണക്കിന് യുവാക്കളാണ് തീവ്രവാദത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 2022 അത് 100-ൽ താഴെ എത്തി. 2024 ആയപ്പോഴേക്കും 20-ൽ താഴെ മാത്രമായത് ചുരുങ്ങി. 2025-26 വർഷങ്ങളിൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ട യുവാക്കളുടെ എണ്ണം 0 അല്ലെങ്കിൽ 5-ൽ താഴെയാണെന്ന സത്യം മനസ്സിലാക്കുമ്പോഴാണ് കശ്മീരിന്റെ മാറ്റം നാം തിരിച്ചറിയുന്നത്. അതിനൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനുള്ള യുവാക്കളുടെ താല്പര്യമാണ്. 2022 അഗ്നിവീർ പദ്ധതി ആവിഷ്കരിച്ചതിനു ശേഷം ഏതാണ്ട് 5000-ഓളം യുവാക്കളാണ് ജമ്മു കാശ്മീരിൽ നിന്ന് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പേർ ആവേശത്തോടെ ചേർന്ന ജില്ലകൾ ഏതാണെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ശ്രീനഗർ, ബാരാമുള്ള, ആനന്ദ്നാഗ്, പുൽവാമ ഒരു കാലത്ത് ഭീകരതയുടെ പേരിൽ മാത്രം അറിയപ്പെട്ട ജില്ലകൾ. അതായത് കശ്മീരിലെ യുവാക്കൾ ഇന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് തീവ്രവാദത്തിലേക്കല്ല, ദേശസ്നേഹത്തിലേക്കാണ്. രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന വലിയ മാറ്റം. ഒരു രാജ്യവും ഒരു നിയമവും ഒരു ചിഹ്നവും എന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ മുദ്രാവാക്യം സാക്ഷാത്കരിക്കപ്പെട്ട ആ മണ്ണിൽ ഇന്ന് വികസനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ശാന്തിയുടെയും മന്ത്രങ്ങളാണ് മുഴങ്ങുന്നത്. രാജ്യത്തിന്റെ ശത്രുക്കൾ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നത് സത്യമാണ്. പക്ഷേ ആ ശത്രുക്കൾ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വികസനത്തിന്റെയും വിജയത്തിന്റെയും പക്ഷത്താണ് ഇന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.